നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിന് പുതുവർഷ പിറവി കഴിഞ്ഞു, ആഘോഷം കഴിഞ്ഞു, നമ്മൾ 26ലേക്ക് കടന്നു. ബഹുമാന്യ രണ്ട് സംഭവങ്ങളാണ്. ഒന്ന്, വെള്ളാപ്പള്ളി നടേശൻ്റെ ഇന്നലത്തെ പത്രസമ്മേളനത്തിൻ്റെ അലിവലിയും പ്രിയങ്ക വധേരയുടെ റോബർട്ട് വധേരയുടെ മകൻ ഒരു മുസ്ലിം നാമധാരി എന്ന മുസ്ലിം സ്ത്രീയെ കല്യാണം കഴിക്കുന്ന കാര്യം, അത് പറഞ്ഞ ശേഷം വെള്ളാപ്പള്ളിയിൽ കിടക്കാം. ഇവിടെ നിങ്ങൾ എന്തൊക്കെ കൊട്ടി ഘോഷിച്ചാലും മുസ്ലിം സമുദായത്തിലെ ഒരു വളരെ ന്യൂനപക്ഷ തീവ്രവാദികൾ എന്തൊക്കെ പറഞ്ഞാലും മുസ്ലിം സമുദായം ഇന്ന് ലോകവ്യാപകമായിട്ട് ശക്തി ആർജിച്ചുകൊണ്ടിരിക്കണം. അത് പരമാർത്ഥം. അത് ഞാൻ പറയുമ്പോൾ അത് മുസ്ലിങ്ങൾ കഴിവാണെന്ന് പറഞ്ഞില്ല, പക്ഷെ ലോകാവസാനം ആകുമ്പോൾ ഈ സമുദായത്തിന് ഉയർത്തെഴുന്നേൽപ്പുണ്ടാവും, അത് അവരുടെ സ്വാധീനം വർദ്ധിക്കുമെന്നാണ്. പക്ഷെ മുസ്ലിം ആധിപത്യം വേണമെന്ന് പറയുന്നത് ഞങ്ങൾ ഒരിക്കലും സമ്മതിക്കില്ല. ആധിപത്യം നമുക്ക് പറ്റൂല. പക്ഷെ മുസ്ലിം മുന്നേറ്റം എന്ന് പറയാം. മുന്നേറുന്നതുകൊണ്ട് അപകടമില്ല, ആധിപത്യം അപകടമാണ്. ഇതിപ്പോൾ സോണിയാഗാന്ധിയെ എന്ന ഒരു ഇറ്റാലിയൻ സാധാരണ സ്ത്രീ, രാജീവ് ഗാന്ധി എന്ന് പറഞ്ഞാൽ നെഹ്റുവിൻ്റെ പുത്രിയുടെ പുത്രൻ കല്യാണം കഴിച്ചു. ഏത് സാഹചര്യമാണെന്ന് സുബ്രഹ്മണ്യ സ്വാമി ചോദിച്ചിട്ട് ഇന്നും അത് പറഞ്ഞിട്ടില്ല. അതിന് പുറകിൽ ഒരുപിടി ഇന്റർനാഷണൽ കളികൾ ഉണ്ടായിട്ടുണ്ട്. കേവലം ആ ഒരു വിവാഹത്തിന്റെ പേരിൽ ഇന്ന് സോണിയയും ഇന്ത്യയിലെ ഒന്നാം കക്ഷിയില്ലേ, ഒന്നാം വ്യക്തിയായില്ലേ. പ്രസിഡന്റാണ് ഒന്നാം വ്യക്തിയെങ്കിലും ഉന്നത സ്ഥാനത്തില്ലേ. അതുപോലെ മറ്റൊരു നേട്ടമാണ് പ്രിയങ്ക വധേരയുടെ മകൻ, റോബർട്ട് വധേരയുടെ മകൻ, ഒരു മുസ്ലിം സ്ത്രീ മകൻ. ഏത് സ്ത്രീ ഏത് പുരുഷനും ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ചാൽ അതിനൊന്നും ആർക്കും എതിർപ്പില്ല. അത് അവൻ്റെ മൗലിക അവകാശമാണ്, ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. ഉഭയസമ്മതപ്രകാരം ഏതൊരു പ്രായപൂർത്തി വന്ന സ്ത്രീയും പുരുഷനും തമ്മിൽ വിവാഹം കഴിക്കുന്ന ഒരു തെറ്റുമില്ല. അതിന് നിയന്ത്രിക്കാനോ എതിർക്കാനോ ഇവിടെ ഒരു നിയമവും ഇല്ല. പക്ഷേ അവർ രാഷ്ട്രീയത്തിൽ വരരുത്. രാഷ്ട്രത്തിലേക്ക് വന്നാൽ അവിടെയാണ് അപകടം. ആ അപകടം ഇന്ന് പലർക്കും മനസ്സിലായിട്ടില്ല. ഞാൻ നിങ്ങൾ ലളിതമായ ഭാഷയിൽ ലളിതമായ രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി തരാം. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഒന്ന്, പാകിസ്ഥാൻ വിഭജനത്തോടെ ജിന്ന വാസ്തവത്തിൽ ഒരു മുസ്ലിം രാജ്യമായി പാകിസ്ഥാൻ ജിന്ന വർഷങ്ങളും ഭരിച്ചോടെ. ജിന്ന വാസ്തവത്തിൽ ഒരു യഥാർത്ഥ മുസ്ലിം ആയിരുന്നില്ല. അല്ലെങ്കിൽ മുസ്ലിമിന്റെ ആദർശങ്ങളോ തത്വങ്ങളോ നേരിട്ട് ഉൾക്കൊണ്ട ഒരാളല്ല. പറഞ്ഞു കേട്ട് ശരിയാണെങ്കിൽ, ഞാൻ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. പന്നിമാംസവും മദ്യം കഴിക്കുന്ന ആളാണ്. പന്നിമാംസവും മദ്യം കഴിക്കുന്ന ആള് എങ്ങനെ യഥാർത്ഥ മുസ്ലിമാകും? പന്നിമാംസം മദ്യം കഴിക്കാം. എൻ്റെ ജീവൻ നിലനിൽക്കാൻ വേണ്ടി മാത്രം, അല്ലെങ്കിൽ ഒരാളുടെ ജീവൻ നിലനിൽക്കാൻ വേണ്ടി മാത്രം മറ്റൊരു മരുന്ന്, മറ്റൊരു ഇതില്ലെങ്കിൽ പന്നിയുടെ മാംസവും കഴിക്കാം, മദ്യവും കഴിക്കാം. ഒറ്റ കാരണം മാത്രം. അല്ല ഒരു കാരണം ഒരു മുസൽമാന് പന്നി മാംസം കഴിക്കൂ, മദ്യം കഴിക്കാൻ പാടില്ല. അപ്പൊ ഇദ്ദേഹം അങ്ങനെയൊന്നും അല്ലാത്ത സ്ഥിരമായിട്ട് കഴിച്ചു തന്ന ഒരു യഥാർത്ഥ മുസ്ലിം അറിയാം. എന്നിട്ട് പോലും അദ്ദേഹം ദിന്യായിട്ട് ഇരുന്നതാണ്. രാജ്യം ഭരിക്കണമെങ്കിൽ ഭൂരിപക്ഷ സമുദായത്തിലെ ആളായിരിക്കണം, സ്വാഭാവികം. അപ്പൊ ചോദിക്കും, അമിത്ഷാ ന്യൂനപക്ഷക്കാരും ഒരു 0.1% ഇല്ലാത്ത വിഭാഗമാണ് അമിത്ഷായുടെ. ഇതിൻ്റെ ഇന്ത്യയിൽ ഇപ്പോൾ ഒന്നാം ഘട്ടത്തിൽ. പക്ഷെ അവർ പുറകിൽ ശക്തമായ RSS ഒരു വിങ് ഉണ്ട്. ഈ RSS എന്ന വിങ് എന്ന് അമിത്ഷായിൽ നിന്നും മാറിയോ അന്ന് അമിത്ഷാ ഔട്ടാവും. അതുപോലെ ശക്തമായൊരു ലോക്കൽ വിങ് ഉണ്ടെങ്കിൽ രാഹുൽ ഗാന്ധിയോ രാജീവ് ഗാന്ധിയോ ഇപ്പൊ വധേരി ആരെയും കുഴപ്പമില്ല. അങ്ങനെ ഒരു ശക്തമായ വിങ് ഇവരുടെ പുറകിൽ ഉണ്ടാകാൻ സാധ്യമില്ല. ഇനിയിപ്പോൾ വരുന്നത് 2% താഴെ ക്രിസ്ത്യൻ സഹായം. ഇനിയിപ്പോൾ 20% വരുന്ന മുസ്ലിങ്ങൾ സഹായം കിട്ടുമെന്നാണ് പ്രതീക്ഷയെങ്കിൽ അതൊന്നും സാധിക്കില്ല, നടക്കില്ല. കാരണം ഇവിടെ പല ഷാനവാസ് ഉൾപ്പെടെ മുസ്ലിങ്ങൾ കല്യാണം കഴിച്ച ഹിന്ദു സ്ത്രീകളാണ്.
അദാനിയുടെ മകളൊക്കെ കല്യാണം കഴിച്ചത് മുസ്ലിം പുരുഷാണ്, അവിടൊന്നും പ്രത്യേകിച്ച് വല്ലതും ഉണ്ടായോ? ഉണ്ടായില്ല. പക്ഷെ ഇതിൻ്റെ കളി എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള മുസ്ലിങ്ങളായിട്ട് ബന്ധപ്പെട്ട കളി ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്ത് ഈ അടുത്ത കാലത്തുണ്ടായി. പണ്ടുണ്ടായി, ഇപ്പം അടുത്ത കൂടെ ഉണ്ടായി. ഒന്ന് ബിൽ ഗേറ്റ്സ്, ലോകത്തിൽ അറിയപ്പെടുന്ന നമ്പർ 1 പണക്കാരൻ ബിൽ ഗേറ്റ്സ്. വലിയ ഭാവനയും പ്രതീക്ഷകളാണ്. അദ്ദേഹത്തിന് മകളെ കല്യാണം കഴിച്ചത് മുസ്ലിമാണ്. എന്താണെന്ന് വെച്ചാൽ പല പാശ്ചാത്യ എഴുത്തുകാരും ബുദ്ധിജീവികളും പറഞ്ഞു 2050 ആകുമ്പോഴേക്കും ലോകത്ത് മുസ്ലിം ഭൂരിപക്ഷമാകുന്നു. മൊയ്തീൻ ഷബാനല്ല, ഷിഹാബ് നിങ്ങളൊന്നും പറഞ്ഞല്ല. പാശ്ചാത്യ നാടിലെ ഉന്നത കുല ചിന്താഗതിക്കാരായ സാഹിത്യകാരന്മാരും ശാസ്ത്രജ്ഞന്മാരും പറഞ്ഞ പുസ്തകങ്ങൾ പറഞ്ഞാണ്. അതാണല്ലോ നമ്മുടെ ആലപ്പുഴക്കാരൻ CPM ആള് പറഞ്ഞത്. അത് വലിയ ചർച്ചയ്ക്കായതാണ്. അതിനർത്ഥം, ഞാൻ വീണ്ടും പറഞ്ഞു, അതിനർത്ഥം ഇന്നത്തെ മുസ്ലിങ്ങളുടെ ഒരു വലിയ മഹത്വ, വലിയ പ്രവർത്തനം, മഹാത്മ്യം എന്ന് പറയാൻ പറ്റില്ല. ലോക അവസാനം ആകുമ്പോഴേക്കും മുസ്ലിങ്ങൾക്കൊരു മുന്നേറ്റം ഉണ്ടാകുന്നു. ആ മുന്നേറ്റം ഉണ്ടാകുന്നതിൻ്റെ മുന്നോടിയായിട്ട് അവർക്ക് ശക്തമായ ഒരു എതിർപ്പ് നേടി വരും. വായു മനസ്സറിയാത്ത, മനസ്സവാച കർമ്മം അറിയാത്ത കാര്യങ്ങൾക്ക് പോലും മുസ്ലിം സമുദായം ഉത്തരം പറയേണ്ടി വരും. അവർ വലിയ ആരോപണം വരും. ഇന്നിപ്പോൾ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണല്ലോ. കേരളത്തിൽ മാത്രം, ഇന്ത്യയിൽ മൊത്തത്തിൽ, ലോകത്ത് മൊത്തത്തിലുണ്ട്. ഇസ്രായേലിൽ പറയുന്നതിൽ 95% തെറ്റല്ലേ മുസ്ലിങ്ങളെ കുറിച്ച് പറയുന്നത്, വലിയത്. പക്ഷെ അതെല്ലാം കഴിഞ്ഞ് മഴ മാറി ഒരു ശാന്തമായ ഇത് വരും, ഇടിമിന്നൽ മാറി ശാന്തമായ അന്തരീക്ഷം വരുന്നപോലെ ഒരു ശാന്തമായ അന്തരീക്ഷം വരും. അത് 2050, ഇന്ന് 24 വർഷോളൂ, ഇനി അല്ലെങ്കിൽ 25 years ഉള്ളി, വലിയ മാറ്റം വന്നു. ഇതൊക്കെ കണക്ക് കൂട്ടിയാണ് ബുദ്ധിജീവികളായ, ചിന്താശക്തരായ, ദീർഘവീക്ഷണമുള്ള മറ്റിതര സമുദായങ്ങൾ ഓരോരോ രീതിയിൽ ചേർന്നതുകൊണ്ട്, ഞാൻ വലിയ സോണിയാഗാന്ധി അന്ന് കൊണ്ടുവന്നു, ഇപ്പം അതേ കൊണ്ടുവന്നു, അതിൽ വേറെ പലരും കൊണ്ടുവന്നു, ബിൽ ഗേറ്റ്സ് കൊടുത്ത് വേറെ ഒരുപാട് കാര്യങ്ങൾ നടത്തുന്നുണ്ട്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾ പറയുന്നത്, വധേരയുടെ റോബർട്ട് വധേരയുടെ മകന് ആരെയും വിവാഹം കഴിക്കാം, പൂർണ്ണ ഉഭയകക്ഷി സമ്പർക്കകാരം, അതിലൊന്നും ഒരു തെറ്റുമില്ല. ഇന്നിവിടെ സംഘപരിവാർ പറയും പോലെ ഒന്നും ഒരു തെറ്റും ഞങ്ങളിൽ കാണുന്നില്ല. പക്ഷേ വധേരയുടെ മകൻ, റോബർട്ട് വധേരയുടെ മകൻ മുസ്ലിം ഒരു സ്ത്രീ വിവാഹം കഴിച്ചിട്ട്, ക്രിസ്ത്യാനെ ഒരു പയ്യൻ സ്ത്രീ വിവാഹം കഴിച്ചിട്ട് ഞങ്ങൾ ഇന്ത്യയുടെ ഭരണത്തിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ ഒരു അപകടവും അപ്രായോഗികമാണ്. അതിന് രാഹുൽ ഗാന്ധിക്ക് പറ്റുന്നത്. രാഹുൽ ഗാന്ധിയുടെ എന്താണ് പൈതൃകം? ഇത് നാളെ വധേരയെ കുറിച്ച് പറയും. രാഹുൽ ഗാന്ധി പൈതൃകത്തെക്കുറിച്ച് പറയുമ്പോൾ ചില കോൺഗ്രസ്സുകാർ പറ്റി കാക്കന്മാർക്കൊന്നും ഒട്ടും ഇഷ്ടാവില്ല. പക്ഷെ ഞങ്ങൾ പറയുന്നത് യാഥാർത്ഥ്യമാണ്. ഇത് നിഷ്പക്ഷ രാഷ്ട്രീയ നിരീക്ഷണമാണ്. അതിൽ വെള്ളം ചേർക്കാൻ പറ്റില്ല. രാഹുൽ ഗാന്ധിയുടെ പാരമ്പര്യം എന്ത്? രാഹുൽ ഗാന്ധി അമ്മ സോണിയാഗാന്ധി. സോണിയാഗാന്ധി ഒരു ഇറ്റലിക്കാരിയായ ഒരു കത്തോലിക്ക സ്ത്രീ. അച്ഛൻ രാജീവ് ഗാന്ധി. രാജീവ് ഗാന്ധി എന്ന് പറഞ്ഞത് ഫിറോസ് ഗാന്ധിയുടെ മകൻ. ഫിറോസ് ഗാന്ധി മുസ്ലിം ആഴ്ചയിൽ ഇത്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അദ്ദേഹം മുസ്ലിം അല്ല, ഹിന്ദു തന്നെയാണ്. ഹിന്ദുവായ പാർസിയാണ്. പാർസി ഹിന്ദുവാണ്, പാർസിയാണ്. അപ്പോൾ പാർസിയുടെ മകനും കത്തോലിക്ക സ്ത്രീയും വിവാഹം കഴിച്ച് അതിൽ സന്താനം ഉണ്ടായി. അത് ഹിന്ദു പാരമ്പര്യം പറയാൻ പറ്റുമോ എനിക്കറിയില്ല. അവിടെയാണ് രാജീവ് ഗാന്ധിയും പിന്നെ രാഹുൽ ഗാന്ധിയും പിന്നീട് പിക്ക് പല സ്ഥലത്ത് അപകടം പറ്റുന്നത്. അതാണ് നിൽക്കക്കള്ളിയില്ലാതെ അവർ വയനാട്ടിലൊന്നും മത്സരിച്ചതാണ്. ഇതിൻ്റെ മറ്റൊരു ആവർത്തനമാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. വധേരയുടെ കുടുംബത്തോടും നമുക്ക് യാതൊരു ഇഷ്ടക്കുറവില്ല. ഒരു ഇന്ത്യൻ പൗരനാണ്, ന്യൂനപക്ഷ വിഭാഗമാണ്, നമുക്ക് സഹോദര സമുദായമാണ്, ഒരു പരാതിയില്ല. പക്ഷെ അവർ രാജ്യം ഭരിക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ അവിടെയാണ് ക്ലോസ് മാർഗ്. രാജ്യം ഭരിക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ അവർ ഈ കാണിച്ചത് ബുദ്ധിയോട് പറയാൻ പറ്റില്ല. അത് തികച്ചും വിവാഹം കഴിക്കേണ്ടതെന്ന് ഒരു ഹിന്ദു സമുദായത്തിലെ ഒരു തന്നെയാണ്. രാജ്യം ഭരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, അല്ല ഈ നാളെ ഇതെല്ലാം കഴിഞ്ഞ് നാളെ എല്ലാം കഴിഞ്ഞപ്പോൾ രാജ്യം ഭരിക്കും അവരാരാണ്? പാരമ്പര്യം നോക്കുക ആൾക്കാർ നോക്കുമല്ലോ. അത് ഏതാണ്ട് ഇന്നും 80% വരുന്ന അല്ലെങ്കിൽ 70% വരുന്ന ഹിന്ദു എന്ന് പറയുന്ന സമുദായം എന്ന് പറയും. ഹിന്ദു സമുദായം ഇല്ലെന്നൊക്കെയാണ് പറയുന്നല്ലോ. അങ്ങനെ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ അതിൽ നിന്നൊരു നീക്കുപോക്കാണ് വേണ്ടിയിരുന്നത്. ഇതാണ് അപകടം. വേറെ അപകടമൊന്നുമില്ല എന്ന് മാത്രം വേണം. ഏത് പുരുഷനും ഏത് സ്ത്രീക്കും ഇന്ത്യയിൽ നിയമം 18 വയസ്സ്, പെണ്ണുങ്ങൾ 18 ആണ് 20. ഇത് കഴിഞ്ഞാൽ ഏത് സ്ത്രീക്കും പുരുഷനും ഏത് ആളെയും വിവാഹം കഴിക്കുക. അത് അവരുടെ മൗലിക അവകാശമാണ്. അത് എതിർക്കാൻ പറഞ്ഞ അതിൽ എതിർക്കുന്നവർ മണ്ടന്മാരും മണ്ട ശിരോമണിയാണ്. എതിർക്കരുത്. ഇപ്പം ഏതാ നിങ്ങൾ കാര്യം മനസ്സിലാവുന്ന വിചാരിക്കും. ഇനി വെള്ളാപ്പള്ളിയുടെ കാര്യം. ഇവിടെ എന്തൊക്കെ പറഞ്ഞാലും
ഞാനൊരു ന്യൂനപക്ഷ സമുദായത്തോട് ഞാനൊരു പിന്നോക്കിൻ്റെ ആളായിട്ട് എനിക്ക് പറയേണ്ടി വരും. അതെന്നിട്ട് മുന്നോക്ക സമുദായം യാതൊരു എതിർപ്പുമില്ല, അവർ നമ്മൾ ബഹുമാനിക്കുകയും ചെയ്യണം. പിന്നോക്കിന് കഷ്ടപ്പെടുമ്പോൾ മുന്നോക്കിന് കഷ്ടപ്പെടാൻ പാടില്ലെന്നും അവർക്ക് മാന്യമായി എല്ലാ അവകാശവും അവർ വീട്ടിൽ കൂടി കൊടുക്കുന്നത് ചിന്തിക്കുന്നത് നമ്മൾ. അതൊക്കെ അല്പം കടന്നു കഴിയുകയാണെങ്കിലും എന്നുവെച്ചാൽ മുന്നോക്ക സമുദായത്തിൽ എതിർപ്പില്ല, ശത്രുതയില്ല അർത്ഥം. പക്ഷെ മുന്നോക്ക സമുദായങ്ങൾക്ക് ശത്രുതയില്ലെങ്കിൽ പക്ഷെ മുന്നോക്ക സമുദായങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു ഫാസിസ്റ്റ് ശക്തി ഉണ്ട് ഇന്ത്യയിൽ. അതിനെ നമ്മൾ എതിർക്കാതിരിക്കാൻ പറ്റില്ല. പണ്ട് EMS പറഞ്ഞത് തന്നെയാണ്, ഹിന്ദു എന്ന് പറയുമ്പോൾ മുസ്ലിമും പറയും. കാരണം ആ കോമ്പിനേഷൻ അല്ലെങ്കിൽ ആ പ്രാസപ്പിക്കാൻ വേണ്ടി എനിക്കത് പറയേണ്ടി വന്നു, അല്ലെങ്കിൽ നമ്മൾ തെറ്റിദ്ധരിക്കില്ലേ. അപ്പോൾ ഹിന്ദു സമുദായത്തിനും ഹിന്ദുക്കളൊന്നും യാതൊരു വിരോധം EMS ഉണ്ടായിട്ടില്ല, ഞങ്ങൾക്കുമില്ല. പക്ഷെ ഹിന്ദു ഫാസിസത്തോട് യോജിച്ചു പോകാൻ പറ്റില്ല. അതിന് ഉദാഹരണമാണെങ്കിൽ നാളെ 2-ാം തീയതി പെരുമ്പാവൂർ വെച്ച് ഒരു വലിയ പരിപാടി നടക്കുന്നുണ്ട്. സെക്രട്ടേറിയറ്റ് അനക്സ് മധ്യകാലത്തിൽ വേണമെന്ന് പറഞ്ഞ് നടത്തുന്ന പരിപാടിയുടെ ഒരു സമാപന സമ്മേളനം നാളെ നടക്കും. അതിനകത്ത് വേറെ 1-2 കാര്യങ്ങളുണ്ട്. സി ഇബ്രാഹിം എന്ന് പറഞ്ഞ ആളുടെ 36ാമത് ചരമവാർഷികത്തിനുണ്ട്. പിന്നെ കർത്ത സാറിന് ഒരു സ്വീകരണം കൊടുക്കുന്ന പരിപാടി, പിന്നെ ഒരുപടി വലിയ പരിപാടിയാണ്. അത് ഉദ്ഘാടനം ചെയ്യുന്നത് നീലലോഹിതദാസ് നാടാറാണ്. അദ്ദേഹം ഒരുപാട് വിദ്യാഭ്യാസമുള്ളതല്ല, അദ്ദേഹം നല്ലൊരു സോഷ്യലിസ്റ്റുമാണ്, പിന്നോക്കനാണെങ്കിൽ. പക്ഷേ അദ്ദേഹം ഒരു സ്ത്രീ വിഷയപ്പെടുത്തി അദ്ദേഹം തകർത്തുകൾ വർഷങ്ങൾക്ക് മുമ്പ്, എത്രയോ വർഷം മുമ്പാണ്, ഇപ്പോൾ ഒന്നല്ല, ഒരു മന്ത് ചെയ്ത കാലമാണ്, വർഷങ്ങൾക്ക് മുമ്പാണ്. അദ്ദേഹം ഒരു പത്രസമ്മേളനത്തിൽ മാതൃഭൂമി വാർത്ത കൊടുത്തു. വാർത്തയുടെ ചുരുക്കിയതാണ്. ബഹുഭൂരിപക്ഷം പിന്നോക്കയുടെ ശ്രദ്ധക്കുറവാണ് മുന്നോക്ക സമുദായം വളരുന്നോ മുന്നോക്ക സമുദായം ആധിപത്യത്തിൻ്റെ ഒരു വാക്ക്. ആ വാർത്ത മാതൃഭൂമി വായിച്ചാൽ ഇപ്പോൾ വർഷം വായിച്ചാൽ അന്ന് ഞാൻ എൻ്റെ വൈഫ് പറയും ഇത് പുള്ളിക്ക് അപകടം ചെയ്യുമെന്ന് പറയും. എന്തിനു പറഞ്ഞു? ഒരു സ്ത്രീയെ ചന്തിക്ക് അടിച്ചു പറ്റാൻ പറഞ്ഞു. അത് ശരിയാന്ന് നമ്മൾ പറയുന്നില്ല, പക്ഷെ അതിനേക്കാൾ എത്രയോ സംഭവങ്ങൾ ഈ കേരളത്തിൽ അതിന് ശേഷം നടന്നിട്ടുണ്ട്. ആ മന്ത്രി ഒന്നും രാജിവെച്ചിട്ടില്ല. ഇത് ആ പെണ്ണ് കരഞ്ഞ് നയനാർ മുഖ്യമന്ത്രി ഭാര്യയോട് പറഞ്ഞ് ഭാര്യ ഒണ്ണം മുഖ്യമന്ത്രി പറഞ്ഞ് അപ്പം തന്നെ എഴുതി വെച്ച് കടലാസ്, ഒരു ചോദ്യം ഉണ്ടായില്ല, തകർത്ത് കളഞ്ഞു. ഇതുപോലെയാണ് 1903 തുടങ്ങിയ ശ്രീനാരായണ ധർമ്മപരിപാലന സംഘം. അതിൻ്റെ ആദ്യത്തെ സെക്രട്ടറി മഹാനായ മഹാകവി കുമാരനാശനായിരുന്നു. അതിൽ പൽപ്പുണ്ടായത് ഗുരുദേവനെ ചേർത്തുണ്ടാക്കിയ സംഘടന 1903. ഇന്ന് 30 വർഷമായിട്ട് ഇരിക്കുന്ന SDPയുടെ വെള്ളപ്പള്ളി നടച്ച നിർഗുണനും മണ്ടനുമായ ആളാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഇതുപോലെ പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ഒരു വലിയ സംഘടനയുടെ സെക്രട്ടറിയെ ഇതുപോലെ ജനങ്ങൾ ആസാക്കി സംസാരിക്കുമ്പോൾ, കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ, കളിയാക്കി സംസാരിക്കുമ്പോൾ, വാസ്തവത്തിൽ മൊയ്തീൻ ഷാ പോലുള്ള ഒരു പിന്നോക്കന് അതിൽ മനസ്സിലൊന്ന് വലിയ വിഷമമുണ്ട്, വലിയ പ്രതിഷേധമുണ്ട്. അങ്ങനെ സാഹചര്യം ഉണ്ടാക്കിയത് എന്റെ SNDP അല്ലെങ്കിൽ ഈ വിഭാഗത്തിലെ ബുദ്ധിജീവികൾ ഇടപെടുന്നില്ല, എന്ത് ഇദ്ദേഹത്തെ നിയന്ത്രിക്കാത്തത്, എന്ത് ഇദ്ദേഹത്തെ ഒരു മോട്ടിവേഷൻ ക്ലാസ് നടത്താത്തത്? ഇദ്ദേഹത്തെ മോട്ടിവേഷൻ ക്ലാസ് നടത്തി പറയണ്ട, സാർ നിങ്ങൾ കൊച്ചു മനുഷ്യരല്ല, 90 വയസ്സുണ്ട്, കുഴിയിലേക്ക് കാല് കെട്ടിയിരിക്കുകയാണ്, എങ്കിലും നിങ്ങൾ വാക്കിന് ഇന്നൊരു വിലയുണ്ട്, നിങ്ങളുടെ സ്ഥാനത്തിനാണത്. അത് നിങ്ങൾ ഇത്ര മിസ്യൂസ് ചെയ്ത് നാണങ്ങൾ സമൂഹത്തിന് മുമ്പിൽ നാടുക്കുന്നത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, ഇതര സമുദായങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, പ്രത്യേകിച്ച് ഇതര പിന്നോക്ക സമുദായം ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾ ഇതര പിന്നോക്ക സമുദായമാണ്, ഒരേ തൂവൽ പക്ഷികളാണ്. കാരണം ഈ സവർണ ഫാസിസത്തെ എതിർക്കണമെങ്കിൽ ഈ മുസ്ലിം ലീഗിന്റെ 10 ഇതും അല്ലെങ്കിൽ CPMന്റെ 10 ഇതും കോൺഗ്രസ് 10 പോരാ. 90% വന്ന പിന്നോക്ക ദളിത് ന്യൂനപക്ഷങ്ങളുടെ ഒരു സന്നാഹം സംഘടന കൊണ്ട് മാത്രമേ ഫാസിസം എതിർക്കാൻ. ഫാസിസം എപ്പോഴും ധിക്കാരമുള്ള ഏകാധിപത്യമാണ്. അപ്പോൾ അത് വളരെ ശക്തമായിരിക്കും. അവർ ഈ സാധനം എതിർക്കാൻ പറ്റില്ല. അങ്ങനെ എതിർക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോയി തല്ലിക്കൊല്ലല്ല, ആശയപരമായിട്ട് ആദർശപരമായിട്ട്. അല്ല തല്ലിക്കൊല്ലി ഗുഡാഴ്ചയായിട്ട് നമ്മൾ അതൊന്നും ഒരിക്കലും പറയില്ല. അത് ഇതിപ്പോൾ യോജിച്ച് നിൽക്കാതിരിക്കാൻ വേണ്ടി പിളർത്തി. ഈ കേരളത്തിലെ 2 പ്രബല സമുദായമാണ് ഈഴവരും. ഇന്ന് ഇദ്ദേഹം പറഞ്ഞു, വിദേശ മലയാളിയുടെ ആൾ പറഞ്ഞു 30%, ഒന്നുമില്ല 21% ഉള്ളൂ. വെറുതെ എന്തിനാ പോയത്? വഴുതിക്കുള്ളൊക്കെ വളരെ കൂടുതലുള്ള ആൾ മുസ്ലിങ്ങൾ, അതൊക്കെ വേറെ കാര്യം. അപ്പോൾ മുസ്ലിം സമുദായം ഈ ഈഴവ സമുദായം സഹകരിച്ചിരിക്കേണ്ട ഒരേ തൂവൽ പക്ഷികളാണ്. അങ്ങനെ സഹകരിച്ചത് കാലമുണ്ട് ഇവിടെ. അതിനെ ഫാസിസം ബുദ്ധിപൂർവ്വം പിളർത്തി 2 തട്ടിലാക്കി. മനസ്സിലാക്കണം ഫാസിസത്തിന്റെ വഴി. അങ്ങനെ പ്രബല സമുദായമായ ഈഴവനെയും മുസ്ലിമെയും 2 സമുദായത്തെ തട്ടിലാക്കി.
അതിന് ഒരു കഷായത്തിൽ മേൻപൊടി പോലെ ചില കഷായം ഉണ്ടാക്കിയാൽ മേൻപൊടി ഒരു തുള്ളി വീഴുമ്പോൾ അതിന് ശക്തിയുള്ളൂ. ആ മേൻപൊടി നേരത്തെ കത്തുവച്ചാൽ ഫലം പോകും. അതിന് മേൻപൊടി എന്ന് പറയും മലയാളത്തിൽ കഷായത്തിൽ. അതുപോലെ അതിന് മേൻപൊടി 2%, കേരളത്തിൽ 10-15% വരുന്ന ക്രിസ്ത്യൻ സമുദായം. ഇത് മൂന്നും പിന്നോക്കിനൊക്കെ ദളിതരൊക്കെ ചേർത്ത് ഒരു ശക്തമായ പ്രബല ഗ്രൂപ്പായിരുന്നു കേരളത്തിൽ. അതെല്ലാം തകർത്ത് കളഞ്ഞു. അത് ഫാസിസമാണ്. അവർ ഫാസിസ്റ്റ് കുറ്റം പറയാൻ അവർ ഞാൻ പറഞ്ഞു കക്ക വലി വിജയിക്കണം, തെറ്റു ശരിയാണ്. ഫാസിസ്റ്റ് എന്നിപ്പോൾ അവരെ രക്ഷയിൽ അവരെ രക്ഷപ്പെടാൻ നോക്കും. അത് നമ്മൾ കുറ്റം പറയില്ല. അതിന് മരുന്ന് ഉപയോഗിച്ച് തോൽപ്പിക്കണം. അല്ലാതെ ഗുണ്ടായുസം കാണിക്കൽ തെറി പറയല്ല. ഇന്ന് സാധിക്കുന്നുണ്ടോ? ഇന്നെല്ലാം വ്യത്യസ്തമായി അവരെല്ലാം പുറത്ത്. ഇത് പറയുമ്പോഴാണ് നമ്മൾ ഹിറ്റ്ലറുടെ കഥയും ഫാസിസത്തിൻ്റെ കാര്യമൊക്കെ പറയുന്നത്. ഇവിടെ 4 സമുദായങ്ങളാണ്. കമ്മ്യൂണിസ്റ്റുകാർ, പ്രൊട്ടസ്റ്റന്റുകാർ, പിന്നെ അങ്ങനെ കത്തോലിക്കർ, അങ്ങനെ 4 ഗ്രൂപ്പ്. ഈ 4 ഗ്രൂപ്പിനെ ഒറ്റക്കൊറ്റക്ക് പിന്നെ ഹിറ്റ്ലർ തോൽപ്പിച്ചു. അപ്പോൾ ഒരാൾ എതിർക്കുമ്പോഴും മറ്റാൾ പറയും അത് എന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞാൽ അവൻ കൂടുന്നില്ല. അപ്പോൾ അവൻ തോൽപ്പിച്ചു. അങ്ങനെ 3 പേര് തോൽപ്പിച്ചു. 4ാമത്തെ ആളെ തോൽപ്പിക്കാൻ അവൻ തിരിഞ്ഞു നോക്കിയപ്പോഴല്ലോ പുറകിൽ ആരുമില്ല, അവൻ മാത്രമേ. അവനെ ഈശോ തോൽപ്പിച്ചു. ഞാൻ പണ്ട് കഥ പറയുന്നുണ്ട്. ഒരു 100 പൂച്ച വയലിക്കലി പൂച്ച കാല് നിർത്തി. പൂച്ച നിങ്ങൾ ധൈര്യമായിട്ട് പോയി ലാസ്റ്റ് ഒരു എലി തിരിഞ്ഞു നോക്കിയപ്പോൾ അവനും പൂച്ച മാത്രമായി, ബാക്കിയുള്ള എലി പൂച്ച ശാപ്പിട്ട്. അതുപോലെ അങ്ങനെ തകർത്ത് കളഞ്ഞു. അതേ ഒരു ശൈലിയാണ് ഫാസിസം. ഈ ഫാസിസത്തിൻ്റെ ഗുണം വെച്ചാൽ അത് ലോകവ്യാപകമായിട്ട് ഒരേ ശൈലിയാണ്, വ്യത്യസ്ത ശൈലിയൊന്നുമില്ല. ഏകാധിപത്യം ബന്ധമാണ്, അത്രേ ഉള്ളൂ. അതാണ് ഇപ്പോൾ ഇന്ത്യയിൽ കാണിക്കുന്നത്. അതിൻ്റെയൊക്കെ ഒരു പരിണിത ഫലമാണ് വെള്ളപ്പൊല്ലെ പോലെയുള്ള പിന്നോക്കം പിടിച്ച് മാസാക്കി സാമുദായിക ലഹളയും സാമുദായിക വൈരാഗ്യം ഉണ്ടാക്കി പിടിച്ചു നിൽക്കാൻ നോക്കുന്നത്. അതിനെ എതിർക്കേണ്ട വിഭാഗമായ CPM എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ കക്ഷികൾക്കും അത് നയിക്കുന്ന നേതാക്കളും മുഖ്യമന്ത്രിക്കും ഇന്നത്തെ അവസ്ഥയിൽ അവർ പിന്നെ പിടിച്ചത് മുരുക്കലെ പോയി. പിടിക്കാനും പറ്റില്ല, വിട്ടാനും പറ്റാത്ത അവസ്ഥയിൽ അവരൊക്കെ ബ്ലാക്ക് മെയിൽ ചെയ്ത് പോയി. അവർക്ക് ബ്രെയിൻ വാഷ് ചെയ്ത് അവരൊക്കെ തകർത്ത് കളഞ്ഞു. അതാണ് വെള്ളാപ്പള്ളി കാണിക്കുന്നത്. അതുകൊണ്ട് ബഹുമാന്യരെ, വെള്ളാപ്പള്ളിക്ക് പറ്റുന്ന ഓരോ ക്ഷീണവും നിങ്ങൾ ആസ്വദിക്കരുത്, ആഘോഷിക്കരുത്. അതുപോലെ CPMന് പറ്റുന്ന ഓരോ ക്ഷീണവും നിങ്ങൾ ആഘോഷിക്കരുത്, ആസ്വദിക്കരുത്. വെള്ളാപ്പള്ളിയുടെ ആശയം ആദർശം ഗ്രൂപ്പ് ശക്തമായി നിൽക്കണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ശക്തമായി നിൽക്കും. ഇത് രണ്ടും ആവശ്യമാണ്. പക്ഷെ അതിൽ വീഴ്ച ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കേണ്ട ബാധ്യത CPIMൻ്റെ അനുഭാവികൾക്കും അനുയായികൾക്കും SNDPയുടെ അനുഭാവികൾക്കുമാണ്. ഇത് രണ്ടുപേരും ചെയ്യുന്നില്ല. ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വെള്ളാപ്പള്ളിയും പിണറായി വളർന്നു കഴിഞ്ഞു. കഴിഞ്ഞവർ ക്ലാസ് എടുത്ത് താഴ്ത്താൻ പറ്റില്ല. അത് കണ്ട് ഹയസ്റ്റ് പൊസിഷനിലാക്കി. അതുപോലെ വെള്ളാപ്പള്ളി ചോദിച്ചാൽ ആരാ ഉള്ളത്? പേടിച്ചിട്ട് നാണിച്ചിട്ടാണ്. അതുപോലെ പിണറായി ചോദിച്ചാൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഇന്ത്യയിൽ കേരളത്തിലുണ്ട്, ഇന്ത്യയിലുണ്ട്, കേരളത്തിലുണ്ടോ? ഇല്ല. അതിനൊക്കെ പരിണിത ഫലം എന്താ വെച്ചാൽ അപകടമാണ്. പിണറായി അറിഞ്ഞോ അറിയാതെ ചെയ്തു പോകുന്ന കാര്യങ്ങൾ വളരെ വീഴ്ചയാണ്, വളരെ മോശമാണ്, വളരെ ഭാവിയിലോട് മോശമാണ് ആ പാർട്ടിക്ക്. പക്ഷെ അദ്ദേഹത്തിന് പറഞ്ഞ് മനസ്സിലാക്കാൻ ആരുണ്ട് ഇവിടെ? ആരുണ്ട് എന്നെ ചോദിക്കാന്ന് പറയുമ്പോൾ ആരുണ്ട് ഇവിടെ? ഇല്ല. ആ ഘട്ടത്തിലാക്കി വെള്ളാപ്പള്ളി തന്നെയാണ്. അപ്പൊ ബുദ്ധിയുള്ള ദീർഘവീക്ഷമുള്ള ചിന്താശക്തിയുള്ള ഈഴ വിഭാഗങ്ങളെ നിങ്ങൾ ഇത്രയും എടുത്ത് വെള്ളാപ്പള്ളി ആ സ്ഥാനത്ത് മാറ്റുകയോ അല്ലെങ്കിൽ വെള്ളാപ്പള്ളി ഉപദേശിച്ച് പിന്നെ തിരുത്താൻ പറ്റുമോ? നിങ്ങൾ ഇതുപോലെ നാറരുത്. അത് ഞങ്ങൾ കൂടി മാനസികമായിട്ട് വിഷമുണ്ടാക്കുന്ന കാര്യമാണ്. മറ്റൊന്ന് പിണറായി സഖാവിനോട് CPMന്റെ അനുഭാവികളോ അല്ലെങ്കിൽ അനുയായികളോ പറഞ്ഞ് മനസ്സിലാക്കുക. അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവർത്തന ശൈലി മാറ്റം വരുത്തിയേ തീരൂ, മാറ്റം വന്നേ തീരൂ. വെള്ളാപ്പള്ളി പറയുന്നത് പിണറായി ദേശം വരുന്നത്. പക്ഷെ അയാൾ പറഞ്ഞ കാര്യം എന്ത് നടന്നിട്ടുണ്ടോ? വെള്ളാപ്പള്ളി ഒരാൾ ജയിക്കുമെന്ന് പറഞ്ഞാൽ ആൾ തോൽക്കും. കഴിഞ്ഞ അനുഭവമില്ല, അങ്ങനെയാണ്. ഇത്തവണ അങ്ങനെയാണ്. അപ്പോൾ വെള്ളാപ്പള്ളി ആവുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല. അത് വെള്ളാപ്പള്ളി ശക്തി കണ്ടുകൊണ്ട് നിങ്ങൾ കളിച്ചാൽ നിങ്ങൾ ജയിക്കില്ലെന്ന് മാത്രമല്ല അട്ടർലി ഫെയിലിയറായി പോകും. നിങ്ങൾ അധികാരത്തിൽ തവണ വരുന്നില്ല, വരാൻ പറ്റില്ല, വരാൻ പാടില്ല. പക്ഷെ നിങ്ങൾ നിലനിൽക്കണം. LDF നിലനിൽക്കണം, UDF അധികാരത്തിൽ കയറ്റണം. അതാണ് ഞങ്ങളുടെ ലേറ്റസ്റ്റ് ചിന്താഗതിയും ഫോർമുലയും. അത് വലിയ ആദർശവും ആശയമൊക്കെ ഉള്ളതാണ്. ഇത് വലിയ ദീർഘവീക്ഷമുള്ള കാര്യമാണ്, സാര കാര്യമല്ല. പക്ഷെ അതിന് ഘടകവിരുദ്ധമായിട്ടാണ് UDF അധികാരത്തിൽ കയറ്റാനുള്ള ശ്രമത്തിന് ഘടകവിരുദ്ധമായിട്ട് മുസ്ലിം ലീഗ് കാണിക്കുന്നത്. ഇന്ന് കാസർഗോഡ് കണ്ണൂർ ജന്മഭൂമി എഡിഷനിൽ
ചന്തിയുടെ മുഖപ്രസംഗം അവർ വലിയ വാർത്തയായിട്ട് കൊടുത്താണ്. അപ്പോൾ BJPക്ക് എന്തെങ്കിലും ഇതിലുള്ള കാര്യമാണെങ്കിൽ ഒരു ഓട്ടോമാറ്റിക്കായിട്ട് ജന്മഭൂമി 10 വരില്ലല്ലോ. ജന്മഭൂമി 10 BJP പത്രമല്ലേ. അപ്പോൾ അത് BJP വിമർശിക്കാൻ ഒരു കാര്യം ഇല്ലെന്നാണ് ഞാൻ വായിച്ചു വന്നത്. എന്താ പറയുക, അവർ 3% വോട്ടിൻ്റെ വ്യത്യാസമുള്ളൂ കേരളത്തിൽ. അതിൽ 1.51 ആയിക്കഴിഞ്ഞാൽ തിരിച്ചു നിൽക്കാൻ പറ്റില്ല എന്നാലും പറഞ്ഞോളൂ. അതിൽ പിന്നെ കർണാടക സംഭവത്തിലൊരു ഇഷ്യൂ, അതിലും മുസ്ലിം ലീഗിൻ്റെ ഈ സംഘ് പരിവാറിൻ്റെ ബുദ്ധിശൂന്യ ചില ആൾക്കാർ പറയുന്ന പോലെയാണ് ഈ മുസ്ലിം ലീഗിൻ്റെ ചില നേതാക്കളും പറയുന്നത്. ഹാദിയ സോഫിയ എന്ന് പറഞ്ഞ തുർക്കിയിലെ ഒരു പള്ളി ക്രിസ്ത്യൻ ചർച്ചായിരുന്നു. അത് പിന്നീട് ഹത്താത്തുർക്ക് മുസ്തഫ കമാൽ പാഷ വന്നപ്പോൾ ആണ് അത് പിന്നെ ഇതാക്കി കാഴ്ച ബംഗ്ലാവാക്കി, അല്ലെങ്കിൽ ലൈബ്രറി ആക്കി. അത് ഇപ്പോൾ പുതിയ ഭരണാധികാരി അത് പക്ഷെ വില കൊടുത്താണ് വാങ്ങിയത്. എന്നിട്ടാണ് മുസ്ലിം പള്ളി ആക്കിയത്. കയ്യേറി ബാബരി മസ്ജിദ് പോലത്തെ കയ്യേറിയതല്ല, അന്നത്തെ മാർക്കറ്റ് വില കൊടുത്ത് വാങ്ങിയിട്ടാണ് മുസ്ലിം പള്ളി ആക്കിയത്. അതെന്തുകൊണ്ട് അവിടെ രാജ്യത്ത് നടക്കട്ടെ. അതിനെക്കുറിച്ച് അനുകൂലിച്ചുകൊണ്ട് ഒരു ലേഖനം ഇന്നത്തെ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് ചന്ദികയിൽ എഴുതി. മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് ചന്ദിക വരുന്ന മുസ്ലിങ്ങൾ ലീഗുകാർ മാത്രമല്ല നോക്കാതെ മൊത്തം പോവാണ്. ഇപ്പം ഞാനീ പറയുന്നത് എൻ്റെ ഗ്രൂപ്പ് മാത്രമല്ല, ലോകം മുഴുവൻ പോകുന്നുണ്ട്. പ്രത്യേകിച്ച് ശത്രുക്കളാണ് കൂടുതൽ പഠിക്കുന്നതിനെ കുറിച്ച്. അപ്പം നിങ്ങൾ അതിനൊക്കെ ആവശ്യം നിങ്ങൾ നിശബ്ദ വലിച്ച പോലെ മൗനം വിദ്വാനുഭൂഷണമാണ്. ചില സന്ദർഭത്തിൽ ഇപ്പം പൊക്കമില്ലായ്മയാണ് എൻ്റെ പൊക്കം എന്താ പറഞ്ഞ പോലെ, ചില സന്ദർഭത്തിൽ മൗനമാണ് ബുദ്ധി, ശക്തി, കഴിവ്. ഇതിന് നിങ്ങൾ എല്ലാത്തിനും ചാടിക്കറി പറയുന്നത് ഇന്ത്യയിൽ സംഭവമല്ല, ഇന്ത്യക്ക് വെളിയുള്ള കാര്യമാണ്. ഇന്ത്യക്ക് വെളിയുള്ള മുസ്ലിം സമുദായത്തെ ബാധിക്കുന്ന കാര്യമാകുമ്പോൾ വളരെ ശ്രദ്ധിച്ചൊരു കൈകാര്യം ചെയ്യാം. മറിച്ച് നിങ്ങൾ ഇന്ത്യയിലേക്കാണെങ്കിൽ ഈശ്വര കൈകാര്യം ചെയ്യാം. അത് നിങ്ങളുടെ അവകാശമാണ്, നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, നിങ്ങളുടെ കടമയാണ്. അപ്പോൾ ഇന്ത്യക്ക് വേണ്ടി നടക്കുന്ന മുസ്ലിം കാര്യങ്ങൾ ഇടപെടണ്ടെന്നല്ല പറഞ്ഞത്. ഇടപെടണം, പല സംശയമില്ല. കാരണം ഇന്ത്യയിലെ കാര്യങ്ങൾ പല മറ്റു മുസ്ലിം രാജ്യങ്ങൾ ഇടപെടുന്നത്, അങ്ങനെ പല കാര്യങ്ങളും ഇടപെടുന്നുണ്ട്. അത് വേണം. അത് മനുഷ്യരു സമൂഹ ജീവിയാണ്. അപ്പം അങ്ങനെയൊക്കെ വേണം. പക്ഷെ ആ തൊട്ടേനും പിടിച്ചും നമ്മൾ ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ ഭവിഷ്യത്ത്, സൈഡ് എഫക്റ്റ് അല്ലെങ്കിൽ പാർശ്വഫലം എന്താണെന്ന് അറിയണം. അവിടെയാണ് നിങ്ങൾക്ക് പറ്റിയ തെറ്റ്, മുസ്ലിമിനെ പറ്റിയ പോരായ്മ എന്നറിയോ. നിങ്ങൾക്ക് ഒരു റിസർച്ച് വിങ്ങില്ല. സാധാരണ കമ്പനികളെല്ലാം കിട്ടുന്ന വരുമാനത്തിൻ്റെ 10, 15, 20% വരെ മുടക്കുന്നത് റിസർച്ച് വിങ്ങിന് വേണ്ടിയാണ്. മെഡിക്കൽ കമ്പനി ആണെങ്കിലും പിന്നെ ടെക്സ്റ്റൈൽ മില്ല് കമ്പനി ആണെങ്കിലും അവർ റിസർച്ച് വിങ്ങിന് വേണ്ടിയാണ് നല്ലൊരു ശതമാനം ചിലവാക്കുന്നത്. എല്ലാവരും CPM ഉണ്ട്, BJP ഉണ്ട്, കോൺഗ്രസ് ഉണ്ടോ എനിക്കത്തില്ല. അത് ഇതില്ലേ. പക്ഷേ എന്ത് മുസ്ലിം ലീഗ് ഞങ്ങൾ ചെറിയ പാർട്ടി, ഇന്ത്യൻ നാഷണലിസ്റ്റ് ജനതാദൾ നാഷണലിസ്റ്റ് എന്ന പാർട്ടി ചെറിയ പാർട്ടി, പക്ഷേ ഇന്ത്യ ഏറ്റവും ചെറിയ പാർട്ടിയാണ്. ഞങ്ങൾ അത് പറയാം. ഞങ്ങൾക്ക് പോലും ചെറിയ റിസർച്ച് വിങ് 31 പേരടങ്ങുന്ന റിസർച്ച് വിങ് ഉണ്ട്. അതിൽ എല്ലാവരും ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ്. കാരണം ഞങ്ങൾക്ക് ചിന്ത പോരാത്തതുകൊണ്ട് അഭിപ്രായം അറിയാൻ വേണ്ടി വിലയൊന്നും കൊടുക്കേണ്ട, അവർ നിസ്വാർത്ഥമായിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നതാണ്. അവർ ബുദ്ധി ഉപയോഗിച്ച് അവർ പഠിച്ച് വിവരം പറയും. നമ്മൾ ഒരു പൈസ കൊടുക്കണ്ട. അത് പക്ഷെ അവിടെ ഉള്ള വെച്ചാൽ ജനനന്മ മാത്രമാണ്, നീതി മാത്രമാണ്. നീതിക്കെതിരാണെങ്കിൽ അത് സംഭവിക്കില്ല. പക്ഷെ അങ്ങനെ റിസർച്ച് വിങ്ങുണ്ട് ഞങ്ങൾക്ക് ചെറിയ പാർട്ടിക്ക് പോലും. പക്ഷെ എന്തേ മുസ്ലിം റിസർച്ച് വിങ്ങില്ലാത്ത? റിസർച്ച് വിങ് ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രസിഡന്റ് അല്ല, ദൈവമാണെങ്കിൽ പോലും ഒരു ലേഖനം അല്ലെങ്കിൽ ഒരു പ്രസംഗം തയ്യാറാക്കുമ്പോൾ അതിന് പാർശ്വഫലം എന്താ അറിയാൻ വേണ്ടി ഈ വിങ്ങിന് കൊടുക്കും. അവർ പാസ്സാക്കി തരണം. അല്ല പ്രസിഡന്റാണെന്ന് ചോദിച്ചാൽ എഴുതാൻ പറ്റില്ല. അപ്പം അവർ പാസ്സാക്കി അതിൽ ബുദ്ധിജീവികൾ ഉണ്ടായിരിക്കണം. അതിൽ ആ ലേഖനം വന്നാൽ എങ്ങനെ ഇന്ത്യയെ ബാധിക്കും, എങ്ങനെ ലീഗിനെ ബാധിക്കും, എങ്ങനെ മുസ്ലിങ്ങളെ ബാധിക്കും, എങ്ങനെ തങ്ങളെ ബാധിക്കും, എങ്ങനെ നാട്ടുകാരെ ബാധിക്കും എന്നൊക്കെ പറഞ്ഞുള്ള ഒരു പഠനം നടക്കും. ആ പഠനം ഇല്ലാതെ പോയി, ആ റിസർച്ച് ഇല്ലാതായി പോയി. അതാണ് കാണുന്ന ഓരോ കാര്യത്തിലും. കാരണം ഈ പോക്ക് തെറ്റില്ല, ആ പഠനമില്ല. ഈ പഠനത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം പറയാൻ നിർത്താണ്ടോ, പറയേണ്ടി വരുന്നു. പെടുമടുത്ത് കുറിച്ച് ഞങ്ങളുടെ പെരുമ്പോൾ സമ്മേളനത്തിൽ പെടുമരുന്നതെക്കുറിച്ച് പഠനം നടത്താൻ പറഞ്ഞുള്ള മുദ്രാവാക്യമൊക്കെ ഉണ്ട്, അതേക്കുറിച്ച് പറയുന്നുണ്ട്. ഇന്ന് വളരെ ചെറുപ്പക്കാർ 30 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളും ആൺകുട്ടികളെല്ലാം ഹാർട്ട് അറ്റാക്ക് പോലും മറ്റു പല അസുഖം കൊണ്ട് പെട്ടത് മരിക്കുകയാണ്. 100 എടുക്ക്. എനിക്ക് കിട്ടുന്ന റിപ്പോർട്ടിൽ 90% മുസ്ലിം പേരെ കാണുന്നത്. അതിപ്പോൾ ഞാൻ മുസ്ലിമാൻ്റെ പങ്ക് കിട്ടും അറിയില്ല, എന്തുകൊണ്ട് അതിൽ ജാതി ഒന്നും നമ്മൾ പറയുന്നില്ല. എങ്കിലും അതിനെക്കുറിച്ച് പഠിക്കേണ്ട ഗവൺമെൻറ്. എന്താണ് അതിൻ്റെ കാരണം? അത് നിയന്ത്രിക്കാൻ വല്ല മാർഗമുണ്ടോ? പിന്നെ വാക്സിനേഷൻ എടുത്തതിൻ്റെ ഫലമാണോ? വാക്സിൻ എടുത്തതിൻ്റെ ഫലം സൈഡ് എഫക്റ്റ് ഉണ്ടാകുന്ന ഒരു കമ്പനി തന്നെ പറഞ്ഞിട്ട് മാസങ്ങൾ വെച്ച് രേഖാമൂലം അവർ പറഞ്ഞിട്ട് നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഗവൺമെൻറ് കേരളയോ
ഒരു പഠനത്തെക്കുറിച്ച് ചിന്തിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ചിന്തിച്ചിട്ട് പോലും ഉണ്ടോ? ഞങ്ങൾ 5-6 മാസം മുമ്പ് പറഞ്ഞു, നിരന്തരമായ പ്രചരണത്തിൽ പറഞ്ഞു അത് ഈ പെടുമരണത്തെക്കുറിച്ച് നിങ്ങൾ പഠനം നടത്തും. കുറ്റപ്പെടുത്താൻ പറ്റില്ല, പഠിക്കാൻ നടത്തും. എന്താണ് കാണുന്നത്? നമുക്ക് ശാസ്ത്രം വളർന്നില്ലേ? പക്ഷെ ഒരു അനക്കമില്ല. ഇപ്പൊ വീണ്ടും നമ്മൾ ഗവൺമെന്റ് കേരളയോട് അല്ലെങ്കിൽ പിണറായി സഖാവോട് പറയാണ്, പിന്നെ ആരോഗ്യവകുപ്പ് മന്ത്രിയോട് നിങ്ങളുടെ മിഷനറി ചലിപ്പിക്കണം. എന്താണ് പെടുമരണത്തിന് കാരണം? പ്രത്യേകിച്ച് യുവാക്കൾ യുവതികളിലും. ഞാൻ പണ്ടും ലേഖനം വായിച്ചോണ്ട് ഗുരുതരമായ ആരോപണം പറയാൻ പറ്റില്ല. കുറച്ച് ജീനാണല്ലോ, മനുഷ്യനൊക്കെ ജീനാണ് പറയുന്നത്. ആ ജീനിൽ ചില സൈസ് മരുന്നല്ലെങ്കിൽ കെമിക്കൽ ഉപയോഗിച്ചാൽ അതേ ജീനിൽപ്പെട്ടൊരു മാത്രം മരിക്കുള്ളൂ, അല്ല മരിക്കില്ല. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ അങ്ങനെ നിങ്ങൾക്ക് പറയാൻ പാടില്ല, തെറ്റാണ്. പണ്ടെങ്കോ വായിച്ചാണ് ഞാൻ അധികം, എനിക്ക് സങ്കടമുണ്ട്. ആ ജീനിൽപ്പെട്ട വർഗ്ഗങ്ങൾ മാത്രമേ എത്തുള്ളൂ, അല്ലാതെ ജീൻ പറ്റില്ല. അത് സാമുദായികമായിട്ട് ജീൻ പറ്റുന്നതാണ്. അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ടോ എന്നൊക്കെ സംശയം ഉണ്ടായിരിക്കുന്നു. കാരണം ഇപ്പൊ നാപ്പാൻ ബോംബുണ്ട്, നാപ്പാൻ ബോംബ് കണ്ടുപിടി. പക്ഷെ അതുകൊണ്ടോ ആ മനുഷ്യർ മാത്രമേ ഉള്ളൂ. ബോംബ് പൊട്ടിക്കഴിഞ്ഞാൽ ജലിന്റെ അടിക്കുള്ളിലൂടെ അതിന്റെ അണുക്കൾ വന്ന് മനുഷ്യന് മാത്രം, മൃഗങ്ങളെയോ മറ്റ് ജീവജാലങ്ങളോ ഒന്നും അല്ലെങ്കിൽ മറ്റു വസ്തുക്കളൊന്നും നശിപ്പിക്കില്ല. സാധാരണ ബോംബിട്ട് എല്ലാം ഭസ്മായി പോകല്ലേ, ഭസ്മൻ ആവിയായി പോവാണ്. ഈ നാപ്പാൻ ബോംബ് ഇട്ട് കഴിഞ്ഞാൽ മനുഷ്യന് മാത്രമേ കൊല്ലുള്ളൂ, ബാക്കി ഒരു ജീവജാലങ്ങൾക്കോ ഒരു മെറ്റീരിയൽസോ നശിച്ചില്ല. അപ്പൊ അതുപോലെയൊക്കെ രാഷ്ട്രം പുരോഗമിച്ചിട്ടുണ്ട്, ശാസ്ത്രം പുരോഗമിച്ചിട്ടുണ്ട്. അത് നല്ലതായാലും ചീത്തയാലും വേറെ കാര്യം. അപ്പൊ ഇതേക്കുറിച്ചൊക്കെ ഒരു പഠനം നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ നിങ്ങൾക്ക് ഒരായിരുന്നത്. ജയ് ഹിന്ദ്.